സ്ക്രിപ്റ്റ് നല്ലതാണ്, എഡിറ്റിംഗ് ലാഗൊന്നുമില്ല, ക്യാമറ വർക്കാണ് അതിന് പോയിട്ടുണ്ട്, ടെക്നിക്കൽ സൈഡാണ് അതിന് പോയിട്ടുണ്ട്. മെയിൻ പറയുകയാണെങ്കിൽ മെയിൻ റോൾ ചെയ്ത സതീഷ് പാക്കനാണ് വിളിക്കുന്നത്, പിന്നെ ഹരീഷ് സാറുള്ള ചിലരുടെ അഭിനയം പുതിയ ആൾക്കാരെയാണ് തോന്നുന്നത്. മൊത്തം നോക്കിയാൽ നല്ലൊരു മൂവിയാണ്, പോയ മൂവിയാണ്. അങ്ങോട്ടും ബോറിങ്ങൊന്നും എല്ലാം കൊണ്ട് നല്ല മൂവിയായിട്ട് തിയേറ്ററിൽ ഇറങ്ങി ആൾക്കാർ കാണുന്ന ആഗ്രഹിക്കുന്നു. സ്റ്റാഫ് കുഴപ്പമുണ്ടായിരുന്നതായാലും എല്ലാം കൊണ്ടും ടെക്നിക്കലി ആയാലും ഡയറക്ഷനായാലും അതൊരു നല്ല മെസ്സേജ് ഉണ്ട്. സോഷ്യൽ റെലവൻറ്റ് ടോപ്പിക്കാണ്, ഈ കാലത്ത് പറ്റിയ ടോപ്പിക്കാണ്. എല്ലാം കൊണ്ട് അഭിനയിക്കുന്ന ചില ആർട്ടിസ്റ്റിൻ്റെ അഭിനയം വെച്ചും ആ ഒരു പറയാൻ വേണ്ടി ബാക്കിയെല്ലാം ഇന്ന് നല്ലതാണ്. തിയേറ്ററിൽ പോയി കാണുന്നു, നല്ലൊരു നിലവാരമുള്ള ഫിലിം. ഒരുപാട് എഫേർട്ട് ഉണ്ട് ഫിലിമില്ല. എല്ലാവരും ഒരു ഡ്രൈവറായിട്ട് അഭിനയിക്കുന്നുണ്ട്, എൻ്റെ അത് നന്നായി ചെയ്യുന്നുണ്ട്. അൻവറായിട്ട് അഭിനയിക്കുന്നു. സിനിമയിൽ യാതൊരു ലാഗും നിങ്ങൾ ഇഷ്ടപ്പെട്ടു. അതെ കർത്താവ് പ്രിയ സിനിമ കണ്ടു, അഭിലാഷ് എടുത്തത്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണെങ്കിലും നല്ല രീതിയിലെടുത്തു. പക്ഷെ അതിൻ്റെ ഒരു എൻഡിങ് മാത്രം അത്രയൊരു ആ ക്യാരക്ടറുമായിട്ട് പോകുന്നൊരു എൻഡിങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ രണ്ടാമത്തെ ഒരു ചെറിയൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് എനിക്ക് തോന്നിയത്, ആ കാട്ടിൽ കൂടി 3 പേര് ഇദ്ദേഹത്തിനെ ഓടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ആ 3 പേര് ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ കയ്യിലുള്ള ലൈറ്റോ മൊബൈലോ എന്തായാലും ഓഫ് ചെയ്ത് വയ്ക്കും. അത് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഓടുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു അസ്വാഭാവികത തോന്നി. ബാക്കി അയാളുടെ ക്യാരക്ടർ വളരെ കൃത്യമായിട്ട് എല്ലാ ഫ്രെയിമിലും വളർന്നിട്ടുണ്ട്. നല്ല സിനിമയാണ്, വിജയം. ഇപ്പോഴും ഇതിൻ്റെ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച വേണുചേട്ടൻ, വേണു ബി നായർ, അദ്ദേഹം വളരെ ശക്തമായ ഒരു ചലച്ചിത്ര അനുഭവ
കരുത്തോടു കൂടി മലയാള ഇൻഡസ്ട്രിയിൽ നിലകൊള്ളുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് മാക്ട എന്ന സംഘടനയുടെ പിറവിയൊക്കെയുണ്ടായത്. ഡെന്നിസ് ജോസഫിനെ പോലുള്ള മഹാനായ ഒരു എഴുത്തുകാരൻ്റെ ഒപ്പം ദീർഘനാൾ സഹവസിച്ച അദ്ദേഹത്തിൽ നിന്നും ഈ സിനിമയുടെ എഴുത്തിനെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചൊക്കെ നല്ല വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമ എന്ന രീതിയിൽ വലിയ അഭിമാനം തോന്നി. അഭിലാഷിനെ പരിചയപ്പെടുന്നത് IFFKയിൽ വെച്ചാണ്. ഈ നേരത്ത് ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും പോലെ തന്നെ ചലച്ചിത്ര സ്വപ്നങ്ങളുമായി കഴിയുന്ന ഒരാളാണ് അഭിലാഷ്. തൊഴിൽപരമായ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ പ്രവർത്തന വളരെ സങ്കീർണവും പ്രതിസന്ധികൾ നിറഞ്ഞതുമായ സിനിമയെ സ്നേഹിച്ചത് കൊണ്ട് ഉണ്ടായ ഒരു ഉദ്യോഗ കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതൊക്കെ കഴിഞ്ഞു എന്നാണ്. എങ്കിലും മൂന്നാമത്തെ സിനിമയുമായി അഭിലാഷ് ഇപ്പോഴും സജീവമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ചലച്ചിത്ര യാത്ര ഇനിയും ഇതുപോലെ പരീക്ഷണ ചിത്രങ്ങളുമായും ആളുകൾ കൂടുതൽ സ്വീകരിക്കുന്ന മുഖ്യധാരാ സിനിമകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ അഭിനേതാക്കളുടെ ശക്തമായ പ്രകടനങ്ങൾ, അവരുടെ സാന്നിധ്യം ഈ സിനിമയെ കൂടുതൽ സജീവമാക്കി. ഹരിയേട്ടനെ പോലെ തന്നെ സതീഷ് നായകനായിട്ട് അഭിനയിച്ചു, അതുപോലെ അൻവറായിട്ട് വന്നിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രകടനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ രണ്ട് ഇത് വളരെയധികം രസമായിരുന്നു. അത് നിങ്ങളുടെ വളരെ രണ്ട് എക്സ്ട്രീമിലുള്ള ക്യാരക്ടേഴ്സ്, ഒരു ക്യാരക്ടർ തന്നെയെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അത് രണ്ടായിട്ട് തോന്നിയത്. ഇതിലെ കഥാപാത്രങ്ങളുടെ മൊത്തത്തിലുണ്ടായിരിക്കുന്ന ഒരു മിസ്റ്ററി പല രീതിയിൽ, നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഒരു ജീവിതത്തിൽ തന്നെ പല ജീവിതങ്ങൾ ജീവിക്കുന്നത് പോലെ തന്നെ അൻവറിൻ്റെ ക്യാരക്ടറും അങ്ങനെയാണ് തോന്നിയത്. എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഒരു മിസ്റ്ററി ഉള്ളതുപോലെ തോന്നിയിരുന്നു. അതുപോലെ അഖിൽ സുഹൃത്താണ്, നന്നായി ചെയ്തു. എല്ലാവരെയും ഇദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ട് അഭിനയിച്ചവരും ഭാര്യയായിട്ട് അഭിനയിച്ചവരും അതൊക്കെ ഈ നേരത്തെ പറഞ്ഞ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നതായിരുന്നു. ഭാര്യയായിട്ട് അഭിനയിച്ചവരൊക്കെ നന്നായി ചെയ്തു. എന്തായാലും കൂടുതൽ പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഇത്തരം ചലച്ചിത്ര പ്രവർത്തനങ്ങൾ പിന്തുണക്കേണ്ടതാണ്, അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഈ യാത്ര മുന്നോട്ട് പോകട്ടെ. ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും. ഇടയിലുണ്ട്, കൃത്യമായിട്ട് അവരെയൊന്നും അടയാളപ്പെടുത്താനോ മനസ്സിലാക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പേരുകൾ എനിക്കറിയില്ല. എനിക്കിപ്പോഴാണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആഴങ്ങൾ മനസ്സിലാവുന്നത്, പ്രവർത്തന അനുഭവം. മലയാളത്തിലെ ഒരുപാട് നമ്മൾ ഇന്നും ആവർത്തിച്ച് കാണുന്ന ചിത്രങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളാണ് വേണുട്ടൻ. അതുപോലെ ധാരാളം പേർ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ അറിയുകയും അറിയാത്തതുമായിട്ടുള്ള. ഇനിയും ഇത്തരം സൗഹൃദ സംവാദങ്ങൾക്ക് കാരണമാവാൻ മെട്രോ ഫിലിം സൊസൈറ്റി കഴിയട്ടെ. മെട്രോ ഫിലിം സൊസൈറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് കാരണം ഇത്തരം സ്നേഹ സംവാദങ്ങൾക്ക് പശ്ചാത്തലമാവാൻ ഇനിയും മെട്രോ ഫിലിം സൊസൈറ്റി മുന്നോട്ട് വരണം. കൃഷ്ണേട്ടൻ അടക്കമുള്ള ഇതിൻ്റെ സജീവ പ്രവർത്തകർ ധാരാളം പേരുണ്ട്. എനിക്ക് എല്ലാവരും പേര് അറിയില്ല. അവരുടെ ഈ സംഘാടന മികവിനെ അഭിനന്ദിക്കുന്നു. ഞാൻ ഡോക്ടർ കെ ധനലക്ഷ്മി, മഹാരാജാസ് കോളേജിലെ മലയാളം വിഭാഗത്തിലായിരുന്നു. എന്നെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ഈ പ്രദർശനത്തിൽ എന്നെ ആദ്യം ആകർഷിച്ചത്, ഈ മഴക്കാലത്ത് ആകർഷിച്ചത്, അതിൽ കർത്താവ് ക്രിയ കർമ്മ എന്നുള്ള പേര്. അപ്പോൾ ഒരു ഭാഷാധ്യാപിക എന്ന നിലയ്ക്ക് നമ്മളെപ്പോഴും ഒരു SOV അല്ലേ, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ്. യൂറോപ്യൻ ലാംഗ്വേജിലെത്തുമ്പോഴാണ് അത് SVO ആവുന്നത്, സബ്ജക്റ്റും വെർബും. അപ്പോൾ അതിലൂടെ തന്നെ ആദ്യം പേര് ആകർഷിച്ച് വന്നു, കണ്ടു. ഓരോ തേൻതുള്ളിക്ക് പോലെ അറിയുകയും അതിനെ ആ ഒരു പരിശ്രമങ്ങളെ ആദ്യമായിട്ട് തന്നെ ഈ ക്രൂവിനെ ഒന്നിച്ച് പ്രോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ഫോട്ടോഗ്രാഫി വളരെ നന്നായിരുന്നു. എൻ്റെ മനസ്സിൽ ആദ്യം അതാണ് എനിക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഈ പ്രധാന ആസുര രൂപത്തിലും അതതിൻ്റെ എക്സ്ട്രീം ലെവലിലെ വിജയമല്യയെ പോലെ ഇപ്പോഴും ആഘോഷപൂർവ്വം ജീവിതത്തെ കൊണ്ടുനടക്കുമ്പോൾ ഇതിൽ പ്രധാന കഥാപാത്രത്തിന് പറ്റിയതുപോലെയുള്ള, അല്ലെങ്കിൽ അതല്ലാതെ വേറൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല എന്ന നിലയ്ക്ക് ദുരന്തത്തെക്കാൾ ഉപരി ഒരു ആസുര രൂപം പല രൂപത്തിൽ പല തരത്തിൽ നടക്കുകയാണ്. തീർച്ചയായും ഇന്നത്തെ ഈ ഒരു കലുഷമായ കാലത്തെയും ആസുര കഥാപാത്രങ്ങളെയും
ആസുരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഇതിലാണ്. ഇതിനും ഓരോ വർക്കുകളും ഏതെങ്കിലും തരത്തിൽ അത് ഹൈലൈറ്റ് ചെയ്യുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പരിശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒന്നുകൂടി ഇതിൻ്റെ ഡയറക്ടറോ അല്ലെങ്കിൽ ഇതിലെ ക്രൂ ആരെങ്കിലും ഒന്നുകൂടി, അതായത് നമ്മളുടെ ഒരു ഭാരതീയ ദർശനം അനുസരിച്ചുള്ള ക്രിയാഫലം എന്ന നിലയ്ക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറം അല്ലെങ്കിൽ ഏതെങ്കിലും, കാരണം ഓരോരുത്തരിലുമാണ് ഓരോ സൃഷ്ടിയും അതിൻ്റെ അർത്ഥം പൂർണ്ണത നേടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ആ തലക്കെട്ടുമായി ലിങ്ക് ചെയ്ത് ഡയറക്ടർക്ക് ഇതും കൂടി ഒന്ന് വിശദീകരണം കൂടി തന്നാൽ കൊള്ളാം. മെട്രോ ഫിലിം സൊസൈറ്റിക്കും ക്രൂവിനും അഭിനന്ദനങ്ങൾ. നാട്ടിലെ പശ്ചാത്തലത്ത് താമസിക്കുന്നു. 11 ദിവസം കൊണ്ടാണ് ഇവർ പിക്ചർ പിടിച്ചതെന്ന് പറയുന്നത്. അതിന് റിയലി അപ്രീസിയേഷൻ. പിന്നെ പല പുതുമുഖങ്ങളെ നിർത്തിയിട്ട് ഇത്ര ഭംഗിയായിട്ട് ഒരു പിക്ചർ പിടിച്ചത് റിയലി അപ്രീസിയേഷൻ അർഹിക്കുന്നു. പിന്നെ വീട്ടമ്മയായിട്ടും അവരുടെ ആ പ്രൊഫഷണലിസം റിയലി കാണാം നമുക്ക്. അതിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും വളരെ അഭിനന്ദനങ്ങൾ. കറക്റ്റാണ്. നമ്മളൊരു ഭാരതീയ തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ കർമ്മഫലം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും നമുക്ക് കിട്ടുന്ന അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ജീവിതത്തിൻ്റെ വ്യാകരണം തെറ്റിപ്പോയ ഒരു മനുഷ്യനാണ് ഇതിൽ നമ്മുടെ നായകൻ. ഇത് എല്ലാ ആളുകൾക്കും ഒരു മൾട്ടി ലെയറുള്ള സ്വഭാവമുള്ള ആളുകളാണ് നമ്മുടെ ഇതിലെ ക്യാരക്ടേഴ്സ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് എല്ലായിടത്തും കണ്ടുമുട്ടുന്ന ആളുകളാണ്. നമുക്ക് പരിചയമുള്ള ആളുകളുണ്ടാകാം, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നേരിട്ടല്ലെങ്കിൽ പരോക്ഷമായിട്ട് അറിഞ്ഞിട്ടുള്ള ആളുകളുണ്ടാകാം. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രിയ കർമ്മം എന്നുള്ള പേരിലേക്ക് ഞങ്ങൾ പോയത് അതുതന്നെയാണ് ശരിക്കും ഭാരതീയ ചിന്തയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണത്. എൻ്റെ പേര് സതീഷ്. ഇന്നത്തെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ആദ്യം തന്നെ ദൈവത്തോടും എൻ്റെ ഗുരുക്കന്മാരോടും നന്ദി പറയുന്നു. അതുപോലെ ബൈജു സാറ്, പിന്നെ ജോർജ് ഏട്ടന്, പിന്നെ വേണു സാറിനെ പോലുള്ള വലിയ ആൾക്കാരുടെ മുമ്പിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിനൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നതാണ്. ഇവിടെ എനിക്കറിയില്ലാത്ത ഒരുപാട് വലിയ കലാകാരന്മാർ ഇരിപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഇങ്ങനെ ഇതിനകത്തൊരു ഭാഗമാകാൻ എനിക്ക് അവസരം തന്ന അഭിലാഷ് സാറിനോട് ആദ്യം നന്ദി പറയുന്നു. അതുപോലെ ഹല്ലാൽ സാറ്, പിന്നെ കൂടെ അഭിനയിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഈശ്വരനോട് നന്ദി പറയുന്നു. കൂടുതൽ സിനിമകൾക്ക് ഞാൻ അതിനോട് ശ്രമിച്ചു. കൂടുതൽ സിനിമകളിലേക്കുള്ള അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാകാരനായിട്ട് തന്നെ മുമ്പോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്താൽ ഇപ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തു. ഇനിയും ഒന്നിട്ടെണ്ണത്തോടെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതിൽ നല്ല ഒരു വേഷം തന്ന അഭിലാഷ് ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിർമ്മാതാവാണ്. സാധാരണഗതിയിൽ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഇതുവരെ നമ്മുടെ ഈ ക്രൂവിലുള്ള ഒരാളും ഈ നിർമ്മാതാവിനെ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു പൂജാരിയാണ്. അദ്ദേഹം ഒട്ടേറെ തിരക്കുള്ള ഒരാളായതിനാൽ അദ്ദേഹത്തിന് നമ്മുടെ സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നും അദ്ദേഹത്തിന് വേറെ ചില ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. ശങ്കരൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ സിനിമയെ സ്നേഹിക്കുന്ന വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോടാണ് നമുക്ക് ഏറ്റവും വലിയൊരു നന്ദിയും കടപ്പാടും ഉള്ളത്. കാരണം ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി പൈസ മുടക്കുമ്പോൾ ഞാൻ വിളിച്ച് പറയുമ്പോൾ എടാ കുറച്ച് പൈസ വേണ്ടി വരും, നമുക്ക് ഇന്ന് ഇത്ര സംഭവം തീരാനുണ്ട് എന്ന് പറയുമ്പോൾ ഇയാൾ ഞാനിപ്പോൾ തന്നെ ഇട്ടേക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് പൈസ തരുന്നതല്ലാതെ അതെന്ത് ചെയ്തെന്നോ സിനിമ ഷൂട്ട് ചെയ്തെന്നോ എവിടെ ആയെന്നോ ഒരു കാര്യവും അദ്ദേഹം തിരക്കിയിട്ടില്ല. ഞാൻ പിന്നീട് വിളിച്ച് പറയും, ഇന്ന പോലെ ഇത്ര ദിവസത്തെ ഇത്ര ഭാഗം തീർന്നിട്ടുണ്ട്, ആയിക്കോട്ടെ നീ തീർത്തിട്ട് ബാക്കി നമുക്കത് കഴിഞ്ഞിട്ട് അടുത്തത് എപ്പോഴാന്ന് പറഞ്ഞാൽ നീ പൈസ ഇട്ടേക്കാം. അങ്ങനെ നിൽക്കുന്ന ഒരാൾ, നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അകത്ത് ലാഭവും നഷ്ടവും ഒന്നും കണക്ക് കൂട്ടിയിട്ടല്ല ഇതിനു വേണ്ടി ഇറങ്ങിയത്. നമുക്കൊരു നല്ല സിനിമ ചെയ്യണം, അതൊരു ഷോർട്ട് ഫിലിം ആയാലും അത് മതി എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഷോർട്ട് ഫിലിം ആക്കണ്ട, നമുക്ക് നമ്മുടെ ചെറിയ പരിമിതിക്കുള്ളിൽ അല്ലെ നമ്മുടെ ചെറിയ ബഡ്ജറ്റിനുള്ളിൽ നമുക്കൊരു സിനിമ തന്നെ ചെയ്യാം. അങ്ങനെ ഒരു ആലോചനയിലാണ് ഞങ്ങൾ ഇങ്ങനൊരു സിനിമയിലേക്ക് പോയത്. ഒപ്പം നമ്മുടെ ഇതിൽ കഥ എഴുതിയിരിക്കുന്ന 5 പേരാണ്. അവരും ഇന്നിവിടെ എത്തിയിട്ടില്ല. ആ 5 പേര്, ഒരാൾ മോബിൻ മോഹൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യകാരനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ള മോബിൻ മോഹനുണ്ട്. പിന്നെ
ശ്യാം സരസ്വതി, അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. പിന്നെ ഇതിലൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊരാൾ, ഞാൻ പേര് വിട്ടുപോയി, അതേ സുഹൃത്താണ്. ഞാൻ പെട്ടെന്ന് ചില സമയങ്ങളിൽ ഇങ്ങനെ ഈ പേരുകളൊക്കെ നമ്മൾ ഓർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും അദ്ദേഹത്തിനും നമുക്ക് എത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ നമ്മളിവിടെ അനുസ്മരിക്കണം. ഓക്കെ.